ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് പെരുന്നാളൊക്കെയാണ് വരുന്നത്. അപ്പോൾ പെരുന്നാളിൻ്റെ നനച്ചുളിയൊക്കെ എടുക്കേണ്ടതുണ്ട്. നനച്ചുളി എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാളിൻ്റെ അടുത്ത് അത്ര വലുതായിട്ട് അങ്ങനെ എടുക്കണമെന്നില്ല, ചെറുതായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉമ്മി ഞാൻ ഒരാഴ്ച വീട്ടിൽ ഒരു 5 ദിവസം വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ എല്ലാ പണികളും ഇവിടെ കുറേയൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. ജനൽ വാതിൽ, അത് എല്ലാ ജനൽ വാതിലൊക്കെ കഴുകി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അടുക്കളയിൽ പെരുമാറുന്ന പാത്രങ്ങൾ അതൊക്കെ തേച്ച് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പാത്രങ്ങളല്ല, എന്നാലും കുറേയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പണികളൊക്കെ കുറവാണ്, പണികളൊന്നും എനിക്കില്ല. അപ്പം ഞാനിന്ന് ഫ്രിഡ്ജ് തുറക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് തുറക്കണം. പിന്നെ അതുപോലെ തന്നെ മിക്സികൾ എല്ലാ ജാറൊക്കെ എടുത്തിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കണം. അതാണ് ഇന്ന് എൻ്റെ പണി. ഫ്രിഡ്ജിൻ്റെ അവസ്ഥ കാണിക്കുന്നതിന് മുന്നേ ഞാനിതൊക്കെ ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഓക്കെ നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്, തുടച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തൊക്കെ ഇവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മളുടെ അടുക്കളയുടെ ഒരവസ്ഥ. അപ്പോൾ ഇനി മിക്സി ഒരു ജാറ് ഇവിടെ ജ്യൂസ് ജാറ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇനി ഇരിക്കുന്ന 3 ജാറും ഒക്കെ കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് വേണം ബാക്കി പണികൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ എല്ലാ റൂമും തുടച്ച് ഹോളൊക്കെ തുടച്ച് ഇവിടം വരെയും വന്നിട്ടുണ്ട്. ഇനി 2 കിച്ചൺ തുറക്കാനുണ്ട്. ഈ കിച്ചണും ആ കിച്ചണൊക്കെ തുറക്കാനുണ്ട്. വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുക്കള സെറ്റാക്കി വെക്കണം. അതിന് മുന്നേ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. മിക്സിയുടെ ജാറ് കഴുകണമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ജസ്റ്റ് ഇങ്ങനെ കഴുകി എടുത്ത് വെക്കലാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് അഴുക്കൊക്കെ ഉണ്ടാവും. ചില നേരത്ത് ഇങ്ങനെയാണ് വെക്കുക, വെള്ളം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് അഴുക്കുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അഴുക്കൊക്കെ ചിലപ്പോൾ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ആ നേരത്തൊന്ന് കഴുകണമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രഷ് എടുത്തിട്ടുണ്ട്, ബ്രഷും പിന്നെ അതുപോലെ സോപ്പും പൊടി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ടിട്ടൊക്കെ നല്ലോണം അരച്ച് കഴുകണം. ഈ ജാറ് വല്ലപ്പോഴേ എടുക്കാറുള്ളൂ. അതുകൊണ്ട് ഇതിങ്ങനെ ക്ലീൻ ആയിട്ട് തിരിക്കണ്ടോ, എന്നാലും കഴുകുമ്പോൾ എല്ലാം കഴുകാം. അപ്പോൾ അപ്പടക്കോരമാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഇതേപോലെ കഴിഞ്ഞ 2 മാസമായി ഇപ്പോൾ ഇങ്ങനെ ഫുള്ള് ആയിട്ട് ക്ലീൻ ആക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കഴുകി വെക്കുള്ളൂ. നോമ്പിൻ്റെ ടൈമിലുള്ള നനച്ചുള്ളിയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ അത് ഇതേപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് പിന്നെ ക്ലീൻ ചെയ്യുന്നതോടിരിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള പണിയൊക്കെ ഓൾറെഡി ഉമ്മ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കപ്പോൾ വലിയ പണികളൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് ചെയ്ത് വെക്കാന്നുള്ള. ഫ്രിഡ്ജിൻ്റെ ഓൾമോസ്റ്റ് പണികളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് വെള്ളമൊക്കെ തോർന്നതിന് ശേഷമാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്നുള്ളത്. മിക്സിയുടെ ജാറപ്പോൾ ഈ 4 ഉള്ളൂ കേട്ടോ. ഈ 4 വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ ഒരു പണിയും കൂടിയും കഴിയും. ഈ മൂടിയുടെ ഉള്ളിൽ, അതായത് ഈ അടപ്പിൻ്റെ ഉള്ളിലാണ് ചേർത്ത്. അതിനാണ് ഞാൻ ഈ ബ്രഷ് എടുത്തത്. ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷൊന്നുമല്ല കേട്ടോ, ഇതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അപ്പോഴാണ് ഇന്ന് എടുത്ത് വെക്കേണ്ടത്. വെള്ളം പോകാൻ കുറച്ച് നേരം ഞാൻ അവിടെ വെച്ച്, എന്നിട്ട് പിന്നെ ബാക്കി ഇവിടെ ഓൾറെഡി വെള്ളം വീഴുന്നിടത്ത് ഞാൻ അവിടെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഗ്ലാസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തോരാൻ. അപ്പോൾ അത് തോർന്നതിന് ശേഷം അതൊക്കെ തുടച്ച് പിന്നെ എടുത്ത് വെക്കുന്നുണ്ട്. കാരണം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സാധനങ്ങളെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം ഇരുന്ന് അത് പിന്നെ കേടായി പോകുമല്ലോ. അപ്പോൾ ഇത് തുടച്ച് വേഗം വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തുടച്ച് വേഗം വെക്കുന്നത് കേട്ടോ. ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ഓരോന്നും നമുക്ക് എടുത്ത് ഫുള്ള് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. അതായത് വെജിറ്റബിൾസും അതുപോലെ തന്നെ നമ്മളെ കറിയുള്ള ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേടാവുന്നതിന് മുന്നേ അതൊക്കെ എടുത്ത് വെക്കാമെന്നാണ്. ഞാനൊരു ഇതും ഫിറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ കേട്ടോ. ഉമ്മയാണ് അതൊക്കെ അടക്കി വെക്കുന്നത്. ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കിച്ചൺ ഒന്ന് നീറ്റാക്കി എടുക്കണം. കാരണം ഫുള്ള് ഞാനിവിടെ വലിച്ചിങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിച്ചണൊന്ന് സെറ്റാക്കി വെക്കണം. അതാണ് ഇനി അടുത്ത പണിയുള്ളത്. പിന്നെ കിച്ചൺ ഞാൻ തുടച്ചിട്ടില്ല, അതും കൂടെയും തുടയ്ക്കണം. അപ്പോൾ പിന്നെ ഇന്നത്തെ പണികൾ ഫുള്ള് കഴിയും. കിച്ചൺ തുറക്കുമ്പോൾ സ്ലേവ് ആയാലും പിന്നെ അതുപോലെ തന്നെ ബേസിനും ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഫുൾ ക്ലീനിങ് ചെയ്യുമ്പോൾ ഞാൻ ആ ടൈലും ഇതൊക്കെ നന്നായിട്ട് ഉരച്ച് കഴുകി തുടച്ചൊക്കെ എടുക്കുന്നുണ്ടോ. അപ്പോൾ ഇന്ന് അതൊക്കെ ചെയ്യാനുള്ള കുറച്ച് പണിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കബോർഡിൻ്റെ ഇതൊക്കെ ഓൾറെഡി അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതാണ്. എന്നാലും ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് സെറ്റാക്കാനുണ്ടായിരുന്നു.
അപ്പം നനച്ചുള്ളിയിൽ കിച്ചനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ നനച്ചുള്ളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.